ഫീൽഡിൽ വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് വർഷം വർക്ക് ചെയ്ത ആളാണ്. ഇതുപോലത്തെ 28 നില ബിൽഡിങ്ങിന്റെ പണി, അതുപോലെ പാലങ്ങളുടെ, റോഡുകളുടെ, നമ്മുടെ നാട്ടിൽ നടക്കുന്നതിന്റെ എത്രയോ വലിയൊരു ശതമാനം വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ട് ഈ പ്രൊജക്റ്റുകളിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഇന്നേ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അപ്പൊ എങ്ങനെയാണ് അവിടെ നടപ്പാക്കിയിരുന്നത് എന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അപ്പോൾ അവിടെ നടപ്പാക്കുന്ന കാര്യത്തിൽ ആദ്യം മണ്ണ് പരിശോധനയാണ് ഇതിന് മുഖ്യ ഘടകം. മണ്ണ് പരിശോധനയിൽ ഭൂമിക്കടിയിൽ ഓരോ ലെയറിലും വ്യത്യസ്ത മണ്ണുകളാണ്. അപ്പോൾ ആ മണ്ണിൻ്റെ പരിശോധന എടുത്ത് അതിൻ്റെ ഒരു ശരാശരി ഡെപ്തിലാണ് ഫയൽ ഡിസൈൻ ചെയ്യുക. അപ്പോൾ അത് ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ ആദ്യം തന്നെ ഒരു ഫയലടിച്ച് അതിൽ ഭാരം കയറ്റി അതിൻ്റെ ലോഡ് എത്രയാണെന്ന് കണക്കൂട്ടി അതിൻ്റെയൊക്കെ അസുഖമായിട്ടാണ് അവിടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ തുടങ്ങുക. അതിപ്പോൾ 28 അല്ല 100 നിലയിലും അങ്ങനെ തന്നെ ചെയ്യണത്. പാലായാലും കടലിനടിയിലുള്ള റോഡായാലും എന്തിനും മണ്ണ് പരിശോധനയാണ് മുഖ്യ ഘടകം. അപ്പോൾ ഈ മണ്ണ് പരിശോധന എന്ന് പറഞ്ഞാൽ